ഈ കഴിഞ്ഞ ജനുവരിയിൽ വന്ന അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞത് ജോണത്തൻ ദാഹായിട്ട് ബാസ എഗ്രിമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. അതായത് നെക്സ്റ്റ് സമ്മറിൽ ബാസയുടെ ഫസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത് ജോണത്തൻ താഹ ആയിരിക്കും എന്നായിരുന്നു അപ്ഡേറ്റ്സ് പറഞ്ഞത്. പക്ഷേ റീസെൻ്റ്ലി റോബർട്ട് ടെറോലോ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറഞ്ഞത് ബാസ ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആണ്. ഇപ്പോൾ പ്ലെയർ ആണെങ്കിൽ ഈ ഒരു മൂവിയിൽ ഹൈലി ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെന്നൊക്കെയാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇനി ബാസയ്ക്ക് ഈ ഒരു ഡീല് പുള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലിവർപൂളോ അല്ലെങ്കിൽ ടോട്ടനാമോ ഈ ഒരു ഡീല് കൊണ്ടുപോകും. എന്തായാലും പ്ലെയർ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് റോഗർ ടൊറേലോ പറയുന്നത്. അപ്പോൾ ബാസ എന്തുകൊണ്ട് ഈ ഒരു ഡീൽ ഡിലേ ചെയ്യിപ്പിക്കുന്നു? അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ബാസ ചില താരങ്ങളുടെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അർഹുഡൊക്കെ. അപ്പോൾ ആ ഒരു റിന്യൂവൽ നടത്തിയത് കൊണ്ട് സാലറി ക്യാപ്പിൽ ചേഞ്ച് വരും. അപ്പോൾ റീസെൻ്റ്ലി ലാലിഗ പറഞ്ഞത് ഈ താരങ്ങളുടെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തി കഴിഞ്ഞാലും ഇഷ്യൂസ് വരുന്നില്ല. അവരുടെ ലാലിഗ രജിസ്ട്രേഷൻ എന്തായാലും നടക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പുതുതായിട്ട് വരുന്ന പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ താഹ് എന്ന് പറയുന്ന താരം അത്യാവശ്യം നല്ലൊരു സാലറി വാങ്ങുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബാസയുടെ സാലറി ലിമിറ്റിനുള്ളിൽ നടക്കത്തില്ല. ഇനി അത് നടക്കുന്നില്ലെങ്കിൽ ബാസ ഏതെങ്കിലും ഒരു താരത്തിൻ്റെ എക്സിറ്റ് നടത്തണം. ഇനി അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ബാസ നല്ലൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയാൽ മാത്രമേ താഹിനെ ബാസക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ താഹിനെ ബാസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്ത്യൻസിൻ്റെ എക്സിറ്റ് നടത്തിയിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരെ പ്ലെയർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇനിഗോ മാർട്ടിനസ് എങ്ങനെയാണോ ഗോ ത്രൂ ചെയ്തത് അതേ പാറ്റേണിൽ ചിലപ്പോൾ താഹ് ഗോ ത്രൂ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ ബാസക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ. പ്ലെയർ ഫ്രീ ഏജൻ്റ് ആണ്. ബാസക്ക് ആകെയുള്ള ഒരു ഇഷ്യൂ സാലറി ലിമിറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ മാത്രമാണ്. അപ്പോൾ ബാസക്ക് കുറച്ച് ടൈം താഹ് കൊടുക്കുകയാണെങ്കിൽ പ്ലെയർ എന്തായാലും ബാസിൽ വരും. ഇനി കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മിക്കവാറും ഈ ഒരു താരം ടോട്ടൻഹാമിലേക്കോ അല്ലെങ്കിൽ ലിവർപൂളിലേക്കോ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡീലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.